മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രഖ്യാപിച്ച വീടുകളിൽ 54 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കൈമാറിയ വീടുകളിൽ ഈ മാസം തന്നെ താമസം മാറാനുള്ള ഒരുക്കത്തിലാണ് ഗുണഭോക്താക്കൾ ഉള്ളത്. മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് താമസയോഗ്യമാക്കി ഫെബ്രുവരി 28-നാണ് മുസ്ലിം ലീഗ് വീടുകൾ കൈമാറിയത്. ഫൈസലാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ഫൈസൽ, എന്താണ് ഇപ്പോൾ നിലവിലെ തടസ്സം? അതായത് വീടെല്ലാം പണി പൂർത്തിയായ ശേഷമാണ് താക്കോൽദാർ നിർവഹിച്ചത് എന്ന് സർക്കാർ അവകാശപ്പെട്ടിരുന്നു. താമസിക്കാനുള്ള ചെറിയ ചില പണികൾ കൂടി ബാക്കിയുണ്ട് എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ വിഷുവായി, പക്ഷേ ഇപ്പോഴും താമസിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. എപ്പോൾ അവർക്ക് അവിടെ താമസം തുടങ്ങാൻ സാധിക്കും? സർക്കാർ ടൗൺഷിപ്പിൽ ഇനിയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. നേരത്തെയൊക്കെ വിഷുവിന് മുമ്പ്, അതായത് ഏപ്രിൽ മാസം 15-ാം തീയതിക്ക് മുമ്പ് 178 കുടുംബങ്ങൾക്കും താമസയോഗ്യമാക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും പൂർത്തീകരിക്കാനുള്ളത് തന്നെയാണ് ഇപ്പോൾ താമസം വൈകാനുള്ള ഒരു കാരണം. നമുക്കറിയാം, ടൗൺഷിപ്പാണ്, ഒരു ഏകീകൃത പദ്ധതിയാണ്. ഒരു വീട് കണക്റ്റഡ് ആണ്, എല്ലാ വീടും പരസ്പരം കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ മുഴുവൻ ഒരു ബ്ലോക്കിലെ മുഴുവൻ പ്രവർത്തികൾ പൂർത്തീകരിച്ചാൽ മാത്രമേ ആ ബ്ലോക്കിലുള്ള ആളുകൾക്ക് താമസിക്കാൻ കഴിയുകയുള്ളൂ. അത് മാത്രമല്ല, ഒരു വീട്ടിൽ പണി നടക്കുമ്പോൾ തൊട്ടപ്പുറത്തെ വീട് ചിലപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ താമസിക്കാൻ കഴിയില്ല. അത് മാത്രമല്ല, ഈ 178 വീടുകളിൽ പൂർണ്ണമായും സജ്ജമായിട്ടുള്ളത് 40 വീടുകൾ മാത്രമാണ്. ബാക്കിയുള്ള വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോഴും പുരോഗമിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ടൗൺഷിപ്പിൽ നമുക്ക് കാണാനുള്ളത്. വീടിന്റെ സ്ട്രക്ചർ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാൽ വെള്ളം, ഡ്രൈനേജ്, അതുപോലെ വീടിന്റെ ചുറ്റുഭാഗം, മതില്, മുറ്റം ഉൾപ്പെടെയുള്ള പ്രവൃത്തികളൊക്കെ തന്നെ ഇനിയും പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ദുരന്തബാധിതർ പറയുന്നത് 178 കുടുംബങ്ങളെയും ഒരുമിച്ച് താമസിപ്പിക്കുന്ന ഒരു രീതി തന്നെ ഉണ്ടാവണം. അങ്ങനെയാണ് അവർക്കൊരു സുരക്ഷിതത്വം ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ 178 കുടുംബങ്ങളെ ഒരുമിച്ച് താമസിക്കാനുള്ള സൗകര്യമാണ് ഏർപ്പെടുത്തി കൊടുക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ദുരന്തബാധിതരും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ താമസിക്കാൻ ഇപ്പോഴും വൈകുന്നത്. അത് മാത്രമല്ല, റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും അവിടെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇത്രയും പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിലവിൽ സർക്കാർ ടൗൺഷിപ്പിൽ ഈ താമസം വൈകുന്നത്. ഫൈസൽ, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ വീടുകളുടെ അവസ്ഥ എന്താണ്? അവിടെയും ആളുകൾ താമസം തുടങ്ങിയിട്ടില്ലല്ലോ, എന്തുകൊണ്ടാണത്? ആ കാര്യം തന്നെയാണ് കൃത്യമായിക്കൊണ്ട് ഈ ഫെബ്രുവരി മാസം 28 തീയതി ആയിരുന്നു മുസ്ലിം ലീഗിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ച 51 വീടുകൾ കൈമാറിയത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവർക്ക് അവരുടേതായ ഒരു ഫംഗ്ഷനും കൂടി വെച്ചതിന് ശേഷം മാത്രം താമസം മാറ്റിയാൽ മതി എന്നുള്ള തീരുമാനത്തിലാണ് ഗുണഭോക്താക്കൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഒരു താമസം വൈകുന്നത്. മുസ്ലിം ലീഗിന്റെ വീടുകളുടെ കാര്യം നമ്മൾ നേരത്തെയും സൂചിപ്പിച്ചതാണ്. കാരണം ഈ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് തന്നെ വീട് പൂർണ്ണമായും താമസയോഗ്യമാക്കി തന്നെയാണ് ഈ ദുരന്തബാധിതർക്ക് കൈമാറിയിട്ടുള്ളത്. വെള്ളം, ഡ്രൈനേജ്, ബാക്കി ഫർണിച്ചർ ഉൾപ്പെടെ മുസ്ലിം ലീഗ് ഈ വീടുകളിൽ നൽകിയിരുന്നു. അതുകൊണ്ട് അവർക്ക് പൂർണ്ണമായി ഏത് സമയവും താമസം മാറാൻ കഴിയുന്ന രീതിയിൽ തന്നെയായിരുന്നു മുസ്ലിം ലീഗ് വീടുകൾ കൈമാറിയിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവർക്ക് അവരുടേതായ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അവരുടെ ഒരു ഫംഗ്ഷൻ വെച്ചുകൊണ്ട് 51 കുടുംബങ്ങളും താമസിക്കാമെന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മുസ്ലിം ലീഗ് നിർമ്മിച്ച വീടുകളിൽ ഈ താമസം വൈകുന്നത്. അത് മാത്രമല്ല, രണ്ടാം ഘട്ടത്തിൽ പ്രഖ്യാപിച്ച ബാക്കി 54 വീടുകളുണ്ട്. ആ വീടുകളുടെ നിർമ്മാണവും ഇപ്പോൾ അതിവേഗം തന്നെ പുരോഗമിക്കുകയാണ്. ഈ നേരത്തെ പൂർത്തീകരിച്ച 51 വീടുകളുടെ തൊട്ടടുത്ത് തന്നെയാണ് മറ്റുള്ള വീടുകളുടെ നിർമ്മാണം കൂടി പുരോഗമിക്കുന്നത്. എന്തായാലും ഒരു 1.5 മാസത്തിനുള്ളിൽ തന്നെ ആ വീടുകളുടെ നിർമ്മാണവും പൂർണ്ണമായി പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കളും പങ്കുവെക്കുന്നത്. അതായത് വീടുകളുടെ പണിയെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്, താമസത്തിന് ഒരു തടസ്സവും ഇനിയില്ല. പക്ഷേ ഒരു ചടങ്ങ് നടത്തേണ്ട തടസ്സം മാത്രമേ ബാക്കിയുള്ളൂ, താമസം മാത്രമേ ബാക്കിയുള്ളൂ. തീർച്ചയായും അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നമ്മൾ നേരത്തെയൊക്കെ ആ വീടുകൾ ഉദ്ഘാടനം കഴിയുന്ന സമയത്ത് തന്നെ അകവും പുറവൊക്കെ പൂർണ്ണമായും പരിശോധിച്ചതും, അത് മാത്രമല്ല ഈ ദുരന്തബാധിതർ ഉൾപ്പെടെ ഈ വീടുകളിൽ കയറി അതിന്റെ ഒക്കെ പരിശോധിച്ചതുമാണ്. ഫർണിച്ചർ ഉൾപ്പെടെ ഈ വീടിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. വെള്ളവും കൃത്യമായിക്കൊണ്ട് തന്നെ ഒരു കുടുംബത്തിന് താമസിക്കാൻ കഴിയുന്ന രീതിയിൽ പൂർണ്ണ സജ്ജമാക്കിക്കൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് നിർമ്മിച്ച വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് താക്കോലും അതിന്റെ രേഖകൾ ഉൾപ്പെടെ കൈമാറിയിട്ടുള്ളത്. അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനിയിപ്പോൾ അവരുടെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ ഇവിടെ എത്തിക്കൊണ്ട് അവരുടേതായ ഒരു ചടങ്ങ് നടത്തിയ ശേഷം കൂടാമെന്നുള്ള തീരുമാനത്തിലാണ് ബാക്കിയുള്ള ഈ 51 കുടുംബങ്ങളും ഉള്ളത്. ഫൈസൽ, സർക്കാരിന്റെ വീടുകളുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് സർക്കാർ നൽകുന്ന വിശദീകരണം?
അത്തരത്തിൽ ഒരു വിശദീകരണം ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്നില്ല. നിലവിൽ ഗുണഭോക്താക്കൾ പറയുന്നതനുസരിച്ച് മഴയ്ക്ക് മുമ്പെങ്കിലും ഈ 178 കുടുംബങ്ങൾ പൂർണ്ണമായും മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോഴും പങ്കുവെക്കുന്നത്. നേരത്തെ ഔദ്യോഗികമായി വിഷുവിന് മുമ്പ് തീർത്തു നൽകുമെന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് വിഷുവിന് മുമ്പ് പൂർത്തിയാക്കും, താമസം തുടങ്ങാം എന്ന് സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ് സർക്കാർ പറയുന്നത്? നമ്മൾ ജില്ലാ കലക്ടറുമായി ബന്ധപ്പെട്ടിരുന്നോ, അധികൃതരുമായി ആരെങ്കിലുമായി ബന്ധപ്പെട്ടിരുന്നോ ഇക്കാര്യത്തിൽ? തീർച്ചയായും അത് ഇപ്പോൾ പറയുന്നത് മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ജില്ലാ ഭരണകൂടം ഇപ്പോഴും പങ്കുവെക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ടൗൺഷിപ്പിൽ ഇപ്പോഴും അതിവേഗം പുരോഗമിക്കുകയാണ്. 1000-ലധികം തൊഴിലാളികൾ ഓരോ ദിവസവും രാപ്പകൽ വ്യത്യാസമില്ലാതെ ടൗൺഷിപ്പിൽ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിവേഗം പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോഴും അവർ പങ്കുവെക്കുന്നത്. യെസ്.